പ്രസൻറ്റിൽ നിന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഉറപ്പായിട്ടും പോകും. ഈ പ്രസൻറ്റ് നിന്നുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. സോ യു നീഡ് ടു ബി മൈൻഡ്ഫുൾ. അപ്പം മൈൻഡ്ഫുള്ളായിട്ടിരിക്കുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസ്, സ്ട്രെസ് മാനേജ് ചെയ്യാനും അതിനുള്ള ടെക്നിക്സ്, ബ്രീതിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, നോട്ട് മേക്കിങ്, ജേർണലിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ജേർണലിംഗ് ഒക്കെ പോലെ ചെയ്ത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കാൻ പറ്റും, പോസിറ്റീവ് ആക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻസ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. പലരും ഇങ്ങനെ സിവിൽ സർവീസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ വിജയിതാക്കളുടെ ഇങ്ങനെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നതാണ്, ഞാൻ 6 മണിക്കൂർ പഠിക്കാറുണ്ട്, 8 മണിക്കൂർ പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനം എന്ന് പറയുന്നത് സിവിൽ സർവീസിനെ എത്രമാത്രം സഹായിക്കുമെന്നാണ് ഗൗതമിന് തോന്നിയിട്ടുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ മണിക്കൂറിനല്ല ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഓരോരുത്തരും പഠിക്കുന്ന രീതികളും ഓരോരുത്തരും ഒരു കാര്യം ഗ്രാസ്പ് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ വീണയ്ക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനം എനിക്ക് 2 മണിക്കൂർ എടുക്കുമായിരിക്കും. സോ ഞാൻ 2 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, വീണ 1 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം വീണ 1 മണിക്കൂർ കൊണ്ട് അത് പഠിച്ചെടുത്തു. സോ ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇപ്പോൾ സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു 5 ടോപ്പിക്ക് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ? അല്ലാതെ ഇന്നത്തെ ദിവസം ഞാൻ 7 മണിക്കൂർ പഠിക്കും എന്ന് പറഞ്ഞ് ടാർഗറ്റ് വെക്കുന്നതിനേക്കാളും ഇന്നത്തെ ദിവസം ഞാൻ 7 ടോപ്പിക്ക് പഠിക്കും എന്ന് പറഞ്ഞ് ടാർഗറ്റ് വെച്ച് നോക്ക്. ദെൻ ആക്ച്വലി അവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്.